ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി മോര് കറിയും വേണമെങ്കിൽ പറയും. പക്ഷേ ഈ മോര് കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൈരില്ല. തൈരിന് പകരം നമ്മൾ വേറൊരു സാധനം ആഡ് ചെയ്യണേ, തൈരിൻ്റെ പോലെ തന്നെ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും ട്രൈ ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. മോരിൻ്റെ തന്നെ അല്ലെങ്കിൽ തൈരിൻ്റെ തന്നെ നമ്മുടെ നാട്ടിലൊരു കട്ട തൈരിൻ്റെ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഓർത്തു. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇന്ന് തൈരില്ല. അപ്പോൾ തൈരിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ആണ് ഇരിക്കുന്ന സാധനം. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മൊത്തം അങ്ങോട്ട് കാണണം, എന്നാലാണ് സംഭവം പിടിയിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില, ഒറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരുപാട് എരിവ് ആക്കുന്നില്ല, ഓൾറെഡി ഇത് നല്ല സ്പൈസിയാണ്. കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഉണക്ക തേങ്ങയാണ്, ഫ്രഷ് തേങ്ങയല്ല. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുന്നു. ഇതാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പരിപാടി തന്നെയായിരിക്കും. ഇതിൻ്റെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ തൈരല്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ ഉണ്ടാക്കുന്നത് മോര് കറിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ വീഡിയോ വഴിയേ അറിയും എന്ത് സാധനമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഏകദേശം ഇതിങ്ങ് 1.5 സ്പൂൺ ഇട്ടു. പിന്നെ ഇതിനകത്തേക്ക് ഇടുന്നത് നമ്മൾ ഉപ്പാണ്. ഉപ്പ് ഇതിങ്ങ 2 എണ്ണം ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഇനി പിന്നീട് തേങ്ങയ്ക്ക് അരച്ച് ചേർക്കുമ്പോൾ എന്തായാലും ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാൻ പോവാം. ഏകദേശം വെള്ളം എന്ന് പറയുന്നത് നമ്മളിതൊന്ന് വേവാനുള്ള വെള്ളം. അപ്പം ഞാൻ ഏകദേശം ഇത് 180 ml പാത്രമാണ്. ഇതിങ്ങ് 2 കപ്പാണ് ഞാനിപ്പോൾ ഏകദേശം ഒഴിക്കാൻ പോകുന്നത്. ഇത് മതി ഇപ്പം നമുക്ക്. ഇനി ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം പറ്റും. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചതാണെന്നുണ്ടെങ്കിൽ ചേർക്കാനുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് വേവാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയ്ക്കാണ്. അപ്പോൾ അത് ഞാൻ വേവാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എടുത്ത തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അരച്ചെടുത്തു. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പൊടിക്ക് ഇതിങ്ങനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചെറിയൊരു സ്പൂണാണ്, അതിങ്ങനെയാണ് ഞാൻ 1/2 മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് അരച്ച് കിട്ടിയ അരപ്പെന്ന് പറയുന്നത്. നമ്മുടെ തേങ്ങയും ജീരകവും പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. ഇനി ഇത് നമ്മൾ പൈനാപ്പിൾ ഒന്ന് പയ്യൊന്ന് ഹാഫ് വേവായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരപ്പിടുന്ന ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന. പിന്നെയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഓൾട്ടർനേറ്റ് ഫോർ യോഗട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കാണുമ്പോൾ അറിയാം ഏകദേശം അത് നമ്മുടെ ശരിക്കുള്ള ബ്രൈറ്റ് യെല്ലോന്ന് ഒരു ലൈറ്റ് ഷെയ്ഡായി. അപ്പോഴാണ് ഏകദേശം ഒരു വേവ്. ഒരുപാട് ഉടയ്ക്കുന്ന ഒരു പരുവം എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കണില്ല. ഇതിപ്പോൾ ഒന്ന് പയ്യെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ തേങ്ങ അരച്ചത് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. അപ്പം ഞാൻ ആ അരപ്പിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ആ ജാറും കൂടി ഒന്ന് ചിറ്റിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത്രയാണ് ഞാൻ തേങ്ങയുടെ അരപ്പ് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് പയ്യൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോഴും ഞാൻ ചൂടിട്ടേക്കുന്നത് ഏകദേശം മീഡിയത്തിലാണ്. ഇപ്പോൾ ഞാൻ ഒത്തിരി കുറച്ചിട്ടു നേരത്തേക്കാളും. ഇത് അത്യാവശ്യം അരപ്പുണ്ട്. നമുക്കിതിനകത്തേക്കും ഇനിയും ചേർക്കേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി വരുമ്പോൾ നമ്മുടെ കറി സെറ്റാണ്. അപ്പോൾ ഇത് ഒന്ന് പയ്യൊന്ന് തിളയ്ക്കാൻ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ ക്ലൈമാക്സിലേക്ക് എത്തി. നേരത്തെ പറഞ്ഞ മറ്റേ സാധനം ഓൾട്ടർനേറ്റ് ഫോർ തൈര്, അതെന്ന് പറയുന്നത് ഇതാണ് സാധനം. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെങ്കിലും അറിയുന്നതായിരിക്കും. കോട്ടേജ് ചീസ്. ഇത് സാധാരണ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ സാലഡ്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നവരുണ്ട്. നമ്മൾ ചുമ്മാ വെറുതെ കഴിക്കാറുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ ഇട്ട് കഴിക്കാൻ ബെസ്റ്റ് സാധനം. നമ്മുടെ കട്ട തൈരിനകത്ത് ഉപ്പ്
ഇട്ട് നമ്മൾ വെറുതെ തിന്നില്ലേ, ഏകദേശം ആ ഒരു സാധനം. അതുകൊണ്ട് കഞ്ഞിലിട്ട് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ചുമ്മാ നമ്മൾ തിന്നുമ്പോൾ തൈരിനകത്ത് ഉപ്പിട്ട് സാധനം അതേ ടേസ്റ്റാണ്, വേറെ ഒരു വ്യത്യാസമില്ല. ചീസാണ്, എല്ലാം മിൽക്ക് പ്രൊഡക്റ്റ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 2% ആണ്. ഇതിൻ്റെ ഫാറ്റ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട്. ഇതിനകത്ത് അറിയാത്തവർക്കായിട്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കോരുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ കട്ട കട്ട പോലെ ഉണ്ടാവും, നമ്മുടെ തൈര് കട്ടയായിട്ടിരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കറക്കിയെടുക്കാൻ പോകുന്നത്. ചെറിയ കട്ടയുള്ളതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കേണ്ടി വരും. സാധാ തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടയും. പക്ഷേ ഇതങ്ങനെ ഉടയില്ല, ശരിക്കും അത് ചെറിയൊരു ലംസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒറ്റ കറക്ക് അത്രയേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ, ഒരുപാട് അടിച്ച് ലൂസാക്കുന്നില്ല. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്ന സാധനം, കോട്ടേജ് ചീസ്. ഇത് വെച്ച് കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ആണ്, പക്ഷെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം അത് തിളച്ചു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഒഴിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഇത് ഒഴിച്ചപ്പോൾ ഫ്ലെയിം തീ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ തൈരിൻ്റെ പോലെ തന്നെ ചൂടോടുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്തായാലും ഒഴിച്ചത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. കാരണം എടുത്തേക്കുന്ന പൈനാപ്പിളിന് ഒരുപാട് മധുരമില്ല, ഒരു മീഡിയം മധുരമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഉപ്പിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊട്ടിക്ക് പഞ്ചസാര നല്ലതാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിനകത്തേക്ക് പൊക്കത്ത് നമ്മൾ കുറച്ച് കടുകും ഇതൊക്കെ താളിച്ചൊഴിക്കുന്നുണ്ട്, അല്ലാതെ വേറെ സാധനമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് സെയിം നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഒരു കാര്യം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയത്, ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിരുന്നു. കാരണം വലിയ പുളിയില്ല, അപ്പോൾ ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് നമ്മൾ ഉപ്പിടുമ്പോൾ ഒരു കുറച്ച് ഉപ്പ് കുറവാക്കി കണക്കാക്കി ഇടണം. കാരണം കോട്ടേജ് ചീസിനകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് അവസാനം വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ബാക്കി എല്ലാം സെറ്റാണ്. ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ തടുക്കൊഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.